നിങ്ങളെ യേശു കാണുന്നു, നിങ്ങളെ യേശു കാണുന്നു. ആര് നോക്കാൻ പോലും ഇഷ്ടമില്ലാത്ത വ്യക്തിയെ യേശു എല്ലാവരും ശ്രദ്ധിക്കുന്ന നിലയിൽ കൊണ്ടുവന്നു. അങ്ങനെ ഒരു ദൈവ സാന്നിധ്യമുണ്ട്. നിങ്ങൾ പറയും, എനിക്ക് വീടില്ല, എനിക്ക് ജീവിതമില്ല, എൻ്റെ ജീവിതം അങ്ങനെയാണ്, എനിക്ക് എല്ലായിടത്തും ഒരു വിലയില്ല, ആരും എന്നെ മൈൻഡ് ചെയ്യുന്നില്ല, ഒറ്റപ്പെടലാണ്. നിനക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടോ? ദൈവം നിന്നെ മറ്റൊരാൾ അത്ഭുതത്തോടെ നോക്കത്തക്ക വിധം സാഹചര്യങ്ങളെ മാറ്റാൻ ദൈവത്തിന് സാധ്യമാണ്. നിന്റെ സിറ്റുവേഷൻ മാറും, നിന്റെ സാഹചര്യങ്ങൾ മാറും, നിന്റെ വേദനകൾ മാറും, വിശ്വസിക്കുന്നു. നിന്റെ വിഷമങ്ങൾ മാറും, വിശ്വസിക്കുന്നു. അത് മാഞ്ഞു പോകും, ഏറ്റെടുക്കുന്നു. അത് മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുമെന്ന്. നമ്മുടെ ഉള്ളിൽ ഭയമുണ്ട്, ദൈവം അത് മായ്ച്ചു കളയും. നമ്മുടെ ഉള്ളിൽ വർഷങ്ങളായി കിടക്കുന്ന ചില ദുഃഖങ്ങളുണ്ട്, ആന്തരിക മുറിവുകളുണ്ട്, അത് ദൈവം മായ്ക്കുന്ന സ്ഥലമാണിത്. എങ്ങനെ മായ്ക്കും? അവിടുന്ന് തന്റെ വചനം അയച്ച് നിന്റെ മനസ്സിന്റെ മുറിവുകളും ഭയവും ആകുലതയും ഉത്കണ്ഠകളും മായ്ച്ചു കളഞ്ഞ് നിന്നെ നേരെ നിർത്തും, ഉയർത്തി നിർത്തും. എല്ലാവരും ശ്രദ്ധിക്കത്തക്ക വിധം നിന്നെ കൊണ്ടുവരും. ഹല്ലേലൂയ. അത് ചിലപ്പോൾ നിങ്ങളുടെ മക്കളിലൂടെ ആയിരിക്കും. അപ്പോൾ ചിലർ പറയും, എനിക്ക് ഇത്രയും പ്രായമായല്ലോ, ഇനി കൂടിപ്പോയാൽ ഞാൻ ഇത്രയും കൊല്ലമേ ജീവിക്കാൻ പോകുന്നുള്ളൂ, ഇനി എനിക്ക് നല്ല കാലം വരുമോ? പ്രിയപ്പെട്ടവരെ, അങ്ങനെ ചിന്തിക്കരുത്. ഒരു നിമിഷം മതി നിന്റെ സാഹചര്യം മാറാൻ. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഈ കൂനുള്ള സ്ത്രീ ഇങ്ങനെ ചിന്തിക്കുവാന്നിരിക്കട്ടെ, ഞാൻ ഒരു സിനഗോഗിലോട്ടും പോകുന്നില്ല, എന്തിന് ഞാൻ പോണം? 18 വർഷമായി ഞാൻ കുറേയൊക്കെ പോയി, എനിക്കൊരു ഗുണവും കിട്ടിയിട്ടില്ല, ഞാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് വാതിലും ജനലും അടച്ച് മുറിക്കകത്തിരുന്നായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു അത്ഭുത വിടുതൽ നടക്കുമായിരുന്നോ? ഇല്ലയോ? നടക്കത്തില്ല. എന്നാൽ ആ വ്യക്തി ചിന്തിച്ചു, 18 വർഷമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് മാറിയിട്ടില്ലെങ്കിലും ഞാൻ സിനഗോഗിൽ പോകും, ഞാൻ വീണ്ടും അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനയല്ലേ ആ ദിവസം ആ വ്യക്തിക്ക് വിടുതലായത്? അങ്ങനെങ്കിൽ ഈ ദിവസമായിരിക്കും നിന്റെ വിടുതൽ, ഈ മണിക്കൂറുകളായിരിക്കും നിന്റെ അനുഗ്രഹത്തിന്റെ സമയം. എല്ലാത്തിനും ഒരു സമയമുണ്ട്. വർഷങ്ങളായി പ്രാർത്ഥിച്ചിട്ട് എൻ്റെ പ്രാർത്ഥനയ്ക്കൊന്നും ദൈവം ഒരു മറുപടിയും തന്നില്ലല്ലോ എന്നും പറഞ്ഞ് പിറുപിറുത്തോണ്ടിരിക്കരുത്. ദൈവം നിന്നെ അനുഗ്രഹിക്കുന്ന സമയമായി ഇത് മാറും, നിന്നെ എഴുന്നേൽപ്പിക്കുന്ന സമയമായി മാറും. നിനക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഈ ലോകത്ത്. മനസ്സുമടുത്ത് ഡിപ്രഷനാണ്, നിരാശയാണെന്ന് പറഞ്ഞിരിക്കാൻ സമയമില്ല. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അനേകരെ ദൈവത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടവരാണ് നമ്മൾ. അനേകരെ കൊണ്ടുവരണം. നമ്മുടെ മക്കൾ പോലും ചിലപ്പോൾ പ്രാർത്ഥനയ്ക്കെതിരായിരിക്കും. അവരെ ദൈവത്തിലേക്ക് തിരിക്കാനുള്ള വലിയ സാക്ഷ്യങ്ങൾ ഉണ്ടാവണം.